ഞാൻ ഇതിനകത്ത് ആ സാധനം ഒളിപ്പിച്ചേ. എടാ മിടുക്ക, എന്നെക്കാളും ബുദ്ധി ഉണ്ടല്ലോ നിനക്ക്. ഇപ്പൊ നമ്മുടെ അടുത്ത് സാധനം ഉണ്ട്, നമുക്ക് കളിക്കുകയും ചെയ്യാം. നമുക്ക് പോയി കളിക്കാം, ബാ. എന്നാ ശരി, പെനാൽറ്റി എടുത്തു. വെറുതെ അല്ല നാട്ടുകാർ നമ്മളെ ട്യൂബ്ലൈസ് വിളിക്കണം. ഇത്ര നിസ്സാര കാര്യത്തിന് നമ്മളെ വഴക്കുണ്ടാക്കിയില്ലേ. ഇതെന്തിനാ നീ ഇത്രയും കയറ്റിക്കണം? ഇച്ചിരി അങ്ങ് ഇറക്കി വെച്ചേ. നീ ആദ്യമേ ഞാൻ ട്യൂബ്ലൈസ് വിളിച്ചെന്റെ ദേഷ്യം തീർക്കണല്ലേ. എടാ നീ പോയി എടുത്തേ. എടാ നീ പോയെടുത്ത നിന്റെ ഉത്തരവാദിത്തമല്ലേ ഗോൾ കീപ്പർ നീ കളഞ്ഞേ. നിനക്കെന്നെ പിടിക്കാത്ത തന്നെ നീ. എടാ ഞാൻ പിടിക്കാൻ ശ്രമിച്ചല്ലേ, നീ എന്തിനാ അത്ര പവർ അറിഞ്ഞേ? നീ ഗോൾ കീപ്പർ, അപ്പൊ നീ പിടിക്കാൻ ശ്രമിക്കണം. എടാ നിനക്ക് അറിയായിരുന്നല്ലോ അവിടെ കാടാന്നൊക്കെ. എടാ നീ അത് പിടിച്ചായിരുന്നു. നിനക്കും പറ്റുമായിരുന്നല്ലോ, നിനക്ക് വയ്യ അടിക്കാൻ പറ്റുമായിരുന്നല്ലോ. നമുക്ക് രണ്ടിറക്കം പോയി നോക്കാം. എന്നാ വാ. വീണ്ടും ട്യൂബ്ലൈസ് ആയി. എടാ നീ അവിടെ പോയി തപ്പടാ. അയ്യടാ നിനക്ക് പോയി തപ്പ എന്നാ. എടാ നീ അല്ലേ അത് പിടിക്കാതെ പോയത്. വീണ്ടും ട്യൂബ്ലൈസ്. അയ്യോ കളിക്കാണ്ടൊന്ന് കേറി വാടാ. എടാ ഇപ്പൊ സന്ധ്യയല്ലേ, നമുക്കിനി പോകാം. എടാ മറ്റേ സാധനം അതിനകത്തല്ലേ. ഈ കാട്ടുമുക്കിലേക്ക് ആര് വരാനാ? പോവാ. ഇന്ന് ആർക്ക് പണി കൊടുക്കും? ആ ദേവന്മാരുണ്ടാവും. ഉണ്ടല്ലോ. ഞങ്ങളുടെ ബോള് കാണാതെ പോയി. ബോളോ? 20 രൂപയുടെ ചട്ടിപ്പന്തൽ അത് ഓർമ്മ മേടിച്ചാ പോരെ. അല്ല ഞങ്ങളെ ഫുട്ബോള്. ഫുട്ബോളോ നിങ്ങൾക്കോ? ഒന്ന് പോയേടാ. സത്യം സത്യം. പിന്നെ വല്ല ആപ്പി ഇപ്പൊ സെക്കൻഡ് ഹാൻഡും കിട്ടിയതായിരിക്കും. അല്ല പുത്തനാ? ഓ വലിയ പുള്ളികളാണല്ലോ. അവർ സ്റ്റാൻഡേർഡ് എത്തിയില്ല, എങ്കിലും അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടിപ്പം ആശാനം കൊണ്ടുപോയതാ. ഞാൻ കിടക്കര് പോയാടെ. എന്നാച്ചാ എന്ത് പോയേ? ഞങ്ങൾ ഇന്നലെ കളിച്ചോണ്ടിരുന്നപ്പോ പോയതാ. ആണോ? ഇതൊന്നും ഇതുവരെ കളിക്കാൻ പഠിച്ചില്ലേ? വാ ചേട്ടാ പഠിപ്പിച്ചു തരാം. എന്തേലും ഒരു ആപ്പ് ഇപ്പൊ സാധനം എടുക്കാവേ. കല്ല് മതിയോ? കണ്ടോടാ എന്റെ കാല് വേണ്ട, ഒന്ന് പോയടാ. എന്റെ സ്റ്റാൻഡേർഡിന് അത് പോരായിരുന്നു. ഇത് നല്ലതാ. ഊതല്ലേ നീ ഇപ്പൊ സാധനം എടുക്ക. ഒരു കൈക്ക് വേണം നമ്മളെ സാധനം ചെയ്യാൻ. ഞങ്ങൾക്ക് അറിയത്തൊന്നുമില്ല. ഇങ്ങനെ 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 ഇങ്ങനെ. ആരാ ഗോളി? ഗോളി ഞാൻ നിൽക്കാം. അതൊന്നും വെച്ചാൽ നിന്നോ. വേണ ഇത്ര അപ്പുറത്ത് മാറിയിരുന്നു. എന്റെ അടി താങ്ങോ? നോക്കാം. ഒന്ന് ഷോ ഇറക്കണ്ട, അടിക്കാശാനെ. കാലിന്റെ ഒരു രീതിയൊക്കെ സെറ്റാക്കണ്ടേ? ഈ തേങ്ങ അതുകൊണ്ട് ശരിയാവോന്ന് അറിയത്തില്ല. അടിക്കുമ്പോ കണ്ടാ മതി. വന്നില്ലടാ അത്. ജസ്റ്റ് എന്തേലും പറ്റൂല. തേങ്ങയുടെ കുഴപ്പമാടാ, എന്റെ കുഴപ്പമല്ലടാ. എല്ലാം പറ്റിയ വന്നിട്ട് കുഴപ്പമൊന്നുമില്ല. ഈ തേങ്ങ ആയതുകൊണ്ടാ. ഫുട്ബോൾ ആയിരുന്നെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. എല്ലാം സെറ്റ്. തേങ്ങ എങ്ങനെയാ ഫുട്ബോളോ? എന്നാ പറ്റിയേ? പുറത്തൊക്കെ തിരുമ്പണ്ടല്ലോ. ഒന്നുമില്ല, നല്ല ചങ്ക ബോഡിയല്ലേ. എന്നാ കുഴപ്പം? ഈ ഡെയിലി 10 പുഷപ്പ് വെച്ച് എടുക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല. ഇതൊന്നും അറിയത്തില്ലേ? വേണേ എണ്ണിക്കണം. 1 2 3 4 5
6, 7, 8, 9, 10. ഇതാണോ ആശാനെ പുഷപ്പ്? പിന്നല്ലാണ്ട് ഞങ്ങളുടെ നല്ലതൊന്നും അല്ല. ഇങ്ങനെ നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ ഇതാ പുഷപ്പ്. ഞങ്ങളുടെയൊക്കെ നാട്ടില് ചെസ്റ്റ് ഇവിടെ നിലത്ത് മുട്ടും. തോന്നുന്ന ഇങ്ങനെയാ ഈ അറിയത്തില്ലാത്തവന്മാർ ഇങ്ങനെ ഇങ്ങനെ കാണിക്കും. ചെസ്റ്റ് മുട്ടണം, മൂക്ക് മുട്ടണം. ഇതൊക്കെ ചുമ്മാ ഇങ്ങനെയാണ് അത് തന്നെ. ഫുട്ബോൾ കളിക്കാരന്മാരെല്ലാരും ഇങ്ങനെയാ. ആ മർണാൾഡോ ഒക്കെ അങ്ങനെ എടുക്കുന്നത്. മർഡാൾഡോ അല്ല, റൊണാൾഡോ. ഇപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരന്മാരൊക്കെ അങ്ങനെ വിളിക്കാറ്. അതുകൊണ്ടാ നമുക്ക് ഈ അങ്ങനെ ഇങ്ങനെ വായി വരുന്ന അങ്ങ് വിളിക്കും. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് പന്ത് കണ്ടുപിടിച്ചിട്ട് അടിച്ച് കാണിച്ചാലോ? നിങ്ങളുടെ പന്ത് എങ്ങനെ ഇരിക്കുന്നേ? ഞങ്ങളുടെ വണ്ടി ഇങ്ങനെ ഉരുണ്ടിട്ട് നയിക്കണ്ടേ? ആഹാ, വല്ല ഉച്ചരം കൂടി പന്തൊക്കെ മേടിക്കണ്ടേ? പന്തല്ലേ? കുഴപ്പമില്ല. വേറെ ഇന്ന് ഞാൻ ഇങ്ങ് പോന്നപ്പോ ആ ബ്ലോഗന്റെ കയ്യിലൊരു പന്ത്. അത് വേറെ ഇതിലും പന്തായിരിക്കും. അത് ഈ നൈക്കിന്റെ തന്നെയാണ്. നിങ്ങളുടെ വെള്ള കളറാണോ? വെള്ള കളർ മൊത്തം ചെളി അവന്റെ. ചെളി പിടിച്ചിരിക്കണേ ഞങ്ങളൊക്കെ. പക്ഷെ അതേൽ എന്തോ ഒരു ചുമന്ന കളറും. ഞങ്ങൾ എപ്പോഴും ഈ കളിക്കണ പറഞ്ഞാൽ ഭയങ്കര ചെളിയാ. അതേല് നിങ്ങൾ എന്തേലും ചുമന്ന എഴുത്തോ കുത്തോ അങ്ങനെ എന്തേലും? ഞങ്ങള് കളിച്ച് അങ്ങനെ വന്നപ്പോ ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് കീറിപ്പോയപ്പോ ആ സെയിം സാധനം ബ്ലോഗിന്റെ ഇരിപ്പുണ്ട്. അവൻ ഇങ്ങനെ കണ്ട് ക്യാമറയും പോക്ക് പിടിച്ചോണ്ട് കറക്കിക്കൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടല്ലേ. വേറെ ഏതെങ്കിലും ബോളായിരിക്കും കണ്ടേ. സത്യമായിട്ടും അതെ, സെയിം സാധനം. സത്യമാണോ? സത്യമായിട്ട് ഉറപ്പാ. മറ്റേ മറ്റേ വെള്ള കളർ ഭയങ്കര ചെളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെളിയാ. അതിലൊരു ചുമന്ന കളറ് എന്തോ സാധനം. അത് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല, നമ്മൾ ആ വഴി നടന്നു പോകുന്നില്ല. സത്യമായിട്ടും ഈ നാട്ടുകാരും ആ കുത്തിത്തിരിപ്പെന്ന് വിളിക്കുന്നല്ലാണ്ട് നിന്നെ ഞാൻ കുത്തിത്തിരിപ്പിച്ചിട്ടുണ്ടോ? പിന്നെ ഈ നാട്ടുകാർ ചുമ്മാ നല്ലവരെ കാണുമ്പം ഇരട്ട പേര് വിളിക്കുന്ന ഈ നാട്ടുകാരുടെ സ്വഭാവ. നാട്ടുകാർ വിളിക്കണോ? സത്യമായിട്ടും. ഒരുത്തനെ കുത്തിത്തിരിച്ച് വിട്ടപ്പോ സമാധാനം. ഉള്ള കാര്യ നീ പോയി നോക്കിക്കോ. ഉറപ്പാ, ഉറപ്പാ. സത്യമായിട്ടും സാധനമുണ്ട്. ഇതോടെ നിങ്ങളുടെ ട്യൂബ് ലൈറ്റ് എന്നുള്ള പേര് മാറി കിട്ടും പൂർണ്ണമായിട്ടും. സത്യമായിട്ടും. ഒന്ന് വീണെങ്കിൽ തന്നെ ഒന്ന് കുത്തിത്തിരിച്ച് വിട്ടപ്പോ ഒരു സമാധാനം. അവന്മാരുടെ സ്വഭാവം ആയതുകൊണ്ട് നോക്കി കാണാൻ വഴിയില്ല. ഒന്ന് പോയി നോക്കി കിട്ടിയാലൊരു ബോളായല്ലേ. അവന്മാരുടെ സ്വഭാവത്തിന് അവന്മാരുടെ കപ്പ് അത്ര നന്നൊന്നും ആയിരിക്കില്ല. ഒരു പന്ത് കിട്ടിയ അവന്മാർക്ക് ഒരു പണിയും കൂടെ കൊടുക്കായിരുന്നു. ആ ഊളന്മാരിത് എവിടെയാ ഇത്? നിങ്ങൾക്കൊക്കെ ഒരു പണി കൊടുത്തിട്ടേ ഉള്ളൂ. അവന്മാർക്കായിട്ട് ഒരു സാമ്പിളൊന്നും പോരാ. അവിടെ അമിക്കാൻ പണി തന്നെ കൊടുക്കണം. എന്നെ കുത്തിത്തിരിപ്പാന്ന് വിളിച്ചല്ലേ. കുത്തിത്തിരിപ്പിന് കാണാൻ പോകുന്നതേ ഉള്ളൂ. ഹായ് ഗൈസ്, നമ്മൾ ഇന്നൊരുത്തനെ പ്രാങ്ക് ചെയ്യാൻ പോവാണ്. അവൻ നമ്മുടെ കഴിഞ്ഞ ദിവസം പ്രാങ്ക് ചെയ്തു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ സ്മൈലിയുടെ പടം വേണ്ട, പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അവൻ കഴിഞ്ഞ ദിവസം നമ്മളെ പ്രാങ്ക് ചെയ്തിരുന്നു. നമ്മൾ വളരെ ചമ്മി പോയി, എല്ലാവരും നമ്മളെ കളിയാക്കി. ഇന്ന് അവൻ അവിടെ നിന്ന് വരുമ്പോൾ അവൻ്റെ തലയിലേക്ക് വടിയിടുന്നതാണ് നമ്മുടെ പരിപാടി. അവൻ്റെ റിയാക്ഷൻ എടുത്ത് അവനെ ഇട്ട് നമ്മൾ കളിയാക്കും. Everybody in the house, see the boys are down. Moving close together just to catch that killer. Make no mistake, this is no thriller. Time won't see the pain till they get him slain. We're talking to sing the story about the four real brothers. Brothers. Oh, misunderwear. എടാ നിന്നോട് ഞാൻ അപ്പഴാ പറഞ്ഞു ഈ പേട്ട് ഒഴിക്കണ വരണ്ടാന്ന്. ഡ്രാക്കുളാൻസ് ആടാ അതിന്റെ ഒരു ഫീല്. ഇറങ്ങി വേണം അല്ലേ എറിഞ്ഞു കിട്ടും. എന്നാടാ ഞങ്ങളുടെ ബോള് നീ എടുത്തില്ലേതാ? ഞങ്ങളുടെ ഫുട്ബോള് ഞാനും അങ്ങ് എടുത്തിട്ടില്ല. എടാ നീ എടുത്തെന്ന് ഞങ്ങൾക്ക് അറിയാം. നീ തന്നേ.
ഞാനൊരു ബോൾ എടുത്തിട്ടില്ല. ഞാൻ തന്നതാ, ബോൾ തന്നതാ. കണ്ടാരുണ്ടാ? ബോൾ തന്നേ. ആരാ കണ്ടേ? നീ അല്ലേ ലാസ്റ്റ് കളി കഴിഞ്ഞു പോയേ? ഞാൻ ഇന്നലെ കളിക്കാൻ വന്നോടെ പൊട്ടാ. ഓ അത് ശരിയാടാ. ഉണക്ക ബോൾ കൊണ്ട് എനിക്ക് എന്നാ പ്രയോജനം? ആ സുബിൻ നിങ്ങളെ ചതിച്ചതാടാ. എനിക്കാണ് ട്യൂബ് ലൈറ്റ്സ് എന്നാണ് നമ്മുടെ പേരെങ്കിലും അവൻ നമ്മളെ ചതിച്ചല്ലോ. കൊല്ലണം. ഹേ ഗൈസ് നിക്കൂ, നിക്ക് ഗൈസ്. ഞാൻ വന്നോട്ടെ. താങ്ക് യു ഗൈസ്. ദൈവമേ, എന്നതാടാ ഇത്? പൂച്ചയുടെ കണ്ണ് എടുക്കുന്നത് എങ്ങനെയാന്നോ? നീ ഇപ്പൊ ഈ സാധനം പിടിച്ചത് പന്ത് പിടിച്ചോ? ഇത് ആരുടെയാ? ഇത് ആരുടെ പന്താന്ന് നീ അറിയണ്ട. അതിനെ അറിയണ്ടാത്ത ചുമ്മാ ഒരു രസം. ആരെങ്കിലും ചോദിച്ചാ ഇത് നിന്റെ ബന്ധല്ലേ? അല്ല, ഇത് ബ്ലോഗൻ തന്ന പന്ത്. അതെങ്ങനെയാ? അത് നിന്റെ ബന്ധം. എടാ, ബ്ലോഗൻ തന്ന പന്താടാ. ബ്ലോഗനാണോ? ആരാണ് നിന്റെ വായി വരുന്ന ആരുടെ? എന്റെ പേര് വെച്ച് ബാക്കി 6 പേര് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല കേട്ടോ. എനിക്ക് വേണ്ട ഇച്ചി പന്ത്. ചെളിയാന്നുള്ള പെയിന്റ് അടിച്ച സൂപ്പർ എടാ പന്താ. പോളെ, നീ എന്നാ എനിക്ക് പെയിന്റ് അടിച്ചു തരുമോ? നാളെ വന്ന് പെയിന്റ് കൊണ്ടുവന്ന് അടിച്ചുതരാം. നാളെ പെയിന്റും കൊണ്ട് വന്നാ അടിച്ചു തരും. ആ, നെറാലാക്കിന്റെ ആണോ അതെയോ ഏഷ്യൻ പെയിന്റ്സ്? ഏഷ്യൻ പെയിന്റ്സ് വേണ്ട. നിനക്ക് ഇഷ്ടമുള്ള പെയിന്റ് വാട്സപ്പിൽ ഇട്ടാൽ ഞാൻ അയച്ചു തന്നേക്കാം, മേടിച്ചോണ്ട് വന്നേക്കാം. ഞാൻ വാട്സാപ്പിൽ ഇടില്ലല്ലോ, ഞാൻ ടെലിഗ്രാമിലാ ഇടുള്ളൂ. നീ എവിടെ വേണേലും ഇട്ടോ, ഞാൻ നോക്കിക്കോളാം. എന്നാ പിടിച്ചോ. ഇപ്പൊ തന്നെ ഒരുത്തന്മാര് വരും. അവന്മാരോട് നീ പറയേണ്ടത് വേറെ ഒന്നുമല്ല, ബ്ലോഗൻ തന്നാണ് കേട്ടോ. എന്നാ പിടിച്ചോ. പേടിച്ചോയോ? എന്നാ പൊക്കോ. അങ്ങനെ പറഞ്ഞോണം കേട്ടോ. എന്നാ പറയുന്നേ? നീ എനിക്ക് ഈ ബോള് തന്നാണോ? അല്ല, ഞാനിപ്പൊ ഇവിടെ ഒളിപ്പിച്ചു വെച്ചു. ആ, അപ്പൊ ഞാൻ പറയുന്നു, അതാ നീ ഇവിടെ കൊണ്ടേ എനിക്ക് തരാത്തപ്പൊ നീ ഒളിപ്പിച്ചു വെച്ചെന്ന്. ഞാനിപ്പൊ ഇതിവിടെ ഒളിപ്പിച്ചു വെച്ചു. ആ എന്നല്ലേ. അപ്പൊ നീ വരുമ്പോ ഞാൻ പറയുന്നു, ഇത് നീ ഞാൻ തന്നല്ല, ഇത് ബ്ലോഗൻ തന്നെന്ന് പറഞ്ഞാൽ മതി. വ്ളോഗനല്ല, ബ്ലോഗൻ. നീയല്ലേ എനിക്ക് കൊണ്ടേ തന്നെ. ബ്ലോഗൻ തന്നാന്ന് പറഞ്ഞാൽ മതി. എന്നാ നീ പറയോ ഞാൻ പൂച്ചയുടെ കണ്ണ് പിഴുതെടുക്കുന്നേ കണ്ടേന്ന്? ആ, പറയുവോടാ? പറയല പറയുവോടാ? പറയുവോ? പറയല. എന്നാ പൊക്കോ. പോവാ. പോടാ. എടാ, അങ്ങനെ പറയാവുള്ളൂ കേട്ടോ. ആ കർത്താവേ, അവനൊന്ന് ചെവി തിരിഞ്ഞാ മതിയായിരുന്നു. കുത്തിത്തിരിപ്പ് സുബിനാണോ? കുത്തിത്തിരിപ്പ് സുബിൻ നേരത്തെ ഇവിടെ വന്നായിരുന്നു. എന്നിട്ട് എന്തി? അവനോ? അവൻ വന്നിട്ട് ബോളും കൊണ്ട് പോയി. ബോൾ എനിക്ക് അറിയത്തില്ല എങ്ങോട്ടാന്ന്. നീ ഒന്ന് ഓർത്ത് നോക്കി. എനിക്ക് ഓർമ്മ കിട്ടണില്ല. ഓർമ്മ കിട്ടുന്നില്ല. ഓർമ്മ കിട്ടുന്നില്ലടാ. നിന്നെ കൊണ്ട് പറ്റും. എടാ ഞാൻ ഇപ്പൊ നോർമലാ, എന്നെ അബ്നോർമൽ ആകില്ല നീ. എടാ കാല് പിടിക്കാ നിന്റെ. ചിന്തിച്ചു നോക്ക് നീ. കാല് പിടിക്കാന്ന് എന്നെ അബ്നോർമൽ ആക്കരുത് പ്ലീസ്. എവിടെ പോയടാ അവൻ? എടാ എനിക്ക് അറിയത്തില്ല ഇത്രയും ടെൻഷൻ ആകാൻ നിങ്ങൾക്ക് എന്നാ ഈ ബോളിന്റെ അകത്ത് ഇരിക്കുന്നേ? അത് പറയണോ? അതിന്റെ അത് എണ്ണിയാ തീരാത്ത പൈസയാടാ. എണ്ണയാ തീരാത്ത പൈസയോ? ആ, സോറിയടാ എനിക്ക് ഓർമ്മ വരണില്ല. ആലോചിച്ചു നോക്കി. നിങ്ങൾ ഇനി പൊക്കോ. നാളെ ഞാനാണെങ്കിൽ ഓർമ്മ വരുവാണെങ്കിൽ ഞാൻ പറയാം. ഓർമ്മ വരുവാണെ പറഞ്ഞേക്കണേ. അത് ഉറപ്പായിട്ടും പറയും. ശരി. ആ കിട്ടിയാ പറയണേ. നീ ആ കുത്തിത്തിരിപ്പിനെ കണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. നിനക്ക് വേറൊരു പണിയില്ലേ? നീ ഫോണിൽ തന്നെ വിഴുങ്ങിക്കൊണ്ടിരുന്നു. ഞാൻ വിളിക്കോളാം.
ആ കൊച്ചാപ്പിയുടെ ആർക്കും മുള്ളായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ ഈ പ്രാവശ്യം മാറി കാണാം. വാ നമുക്ക് പോയി നോക്കിട്ട് വരാം. എടാ പിന്നെ എങ്ങനെ കുത്തിത്തിരിപ്പിന് ഇവിടെ അങ്ങനെ വന്നായിരുന്നോ? ഞങ്ങള് പോയി കഴിഞ്ഞില്ലേ? കുത്തിത്തിരിപ്പിന് പിന്നെ എങ്ങനെ വന്നായിരുന്നോ? കേട്ടില്ല. എടാ ഞങ്ങള് പോയില്ലേ? അത് കഴിഞ്ഞ് കുത്തിത്തിരിപ്പിന് ഇതിലൊക്കെ വന്നായിരുന്നോ? എന്നാ ഒന്നും കൂടെ പറഞ്ഞേ. എടാ ഞങ്ങള് പോയില്ലടാ നിന്നോട് വന്ന് ചോദിച്ചിട്ട്. അത് കഴിഞ്ഞ് വന്നായിരുന്നോ? ഇവിടെ വന്നായിരുന്നോ? ഞാൻ പറയാം. പക്ഷെ നിങ്ങളുടെ ഡാൻസും പാട്ടും പാടണം. ആ പാടിയാ. ആദ്യമേ എന്നാ പാട്ടാ? മതി 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 മതിയോ? ഞാൻ അടുത്തത്. മതി മതി. നീ പറയടാ. നീ പറഞ്ഞൊക്കെ ഞങ്ങള് ചെയ്തു. കുത്തിത്തിരിപ്പ് സുബിൻ KS. അവൻ ഇങ്ങോട്ട് വന്നായിരുന്നു. എന്നിട്ട് എന്നാ പറഞ്ഞേ? അവൻ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു എനിക്ക് ഒരു ബോള് തന്നു. ഒരു വെള്ള ബോള് ചെളി പിടിച്ച. എന്നിട്ട് ബോളെന്തി? ബോളോ എടാ പോന്ന് പെട്ടെന്ന് പറ വട്ടാ. ബോള് വട്ടനോ? അല്ല അവൻ അറിയാണ്ട് പറഞ്ഞു. നീ പറ. വട്ടനോ? അവൻ അറിയാണ്ട് പറഞ്ഞതാ. ക്ഷമിക്ക്. പേടിച്ചു പോയോ? ഇല്ല ഇല്ല. അവൻ എനിക്ക് തന്നു. ഡീപ്പ് ഔട്ട് പെട്ടെന്ന് പറയടാ. ഡീപ്പ് ഇൻ ഡീപ്പ് ഔട്ട്. ഞാൻ പറയാം. നിന്നെ കൊണ്ട് സാധിക്കും. ഞാൻ പറയാം. അവൻ എനിക്ക് ബോള് തന്നു. എന്നിട്ടാ ബോളെന്തി? ഇതവൻ, ഇത് ഞാൻ, ഇതവൻ, ഇത് ഞാൻ. അവൻ എനിക്ക് ബോള് തന്നു. ഞാൻ മേടിച്ചില്ല. ഞാൻ മേടിക്കാത്തതിന് അവൻ എന്നെ അടിക്കാൻ വന്നു. ഞാൻ അവനെ അടിച്ചു. സിംഗ്. അവനെ ഞാൻ വിട്ടു. ഞാൻ ബോള് മേടിക്കാത്തതിന്റെ വാശിയില് അവൻ എന്നാ ചെയ്തെന്നറിയാവോ? അവൻ ആ ബോളും പിടിച്ചോണ്ട് ഓടിപ്പോയി. എങ്ങോട്ട് ഓടിപ്പോയേ? ഒന്നുകൂടെ ചോദിച്ചേ. എങ്ങോട്ടാ ഓടിപ്പോയേന്ന്? അതെനിക്കറിയില്ല. പക്ഷെ അവൻ ബോളും പിടിച്ചോണ്ടാ ഓടിപ്പോയതെന്നറിയാം. എവിടേക്കായിരിക്കും ഓടിപ്പോണേ? എങ്ങോട്ടാ ഓടിപ്പോയേ? അറിയത്തില്ലടാ. ഓടാ അറിയത്തില്ല. എടാ ഇവാനെ വന്നേ വന്നേ ബോള് തന്നെ. നിനക്കറിയാവോ ഇതിൻ്റെ അകത്ത് പൈസ ഉണ്ടോ? എണ്ണയാ തീരാത്ത പൈസ ഇതിൻ്റെ അകത്ത്. ഇതും കൊണ്ട് ഞാൻ ഇന്ന് ഒരു കളി കളിക്കും. ഇതാ പിടിച്ചോ. ആർക്കും കൊടുക്കല്ലോ കേട്ടോ. അകത്തേക്ക് കയറിപ്പോക്കോ.